നമസ്കാരം. നമ്മുടെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ഭാരം അനുഭവപ്പെടാറുണ്ടോ? അല്ലെങ്കിൽ സമാധാനമായി ഇരിക്കാൻ കഴിയാതെ വരിക, ചെറിയ കാര്യങ്ങളിൽ പോലും വീട്ടുകാർ തമ്മിൽ വഴക്കുണ്ടാക്കുക, സാമ്പത്തികമായ തടസ്സങ്ങൾ നിരന്തരം അനുഭവപ്പെടുക, ഇതൊക്കെ സംഭവിക്കാറുണ്ടോ? ഇങ്ങനെയുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടെന്നതിൻ്റെ സൂചനയാണ്. ഈ നെഗറ്റീവ് എനർജി നമ്മുടെ ജീവിതത്തിന്റെ താളത്തിന് തന്നെ തകർത്ത് കളയാൻ ശേഷിയുള്ളതാണ്. എത്ര വലിയ നെഗറ്റീവ് എനർജിനെയും തുടച്ചു നീക്കാൻ ശക്തിയുള്ള പ്രകൃതി നൽകിയൊരു ഔഷധമാണ് ഉപ്പ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ 5 വ്യത്യസ്ത രീതികളിൽ ഉപ്പ് ഉപയോഗിച്ച് എങ്ങനെ വീടിനെ ഒരു പോസിറ്റീവ് എനർജി സെന്ററാക്കി മാറ്റാമെന്ന് നോക്കാം. പുരാതന കാലം മുതൽക്കേ എല്ലാ സംസ്കാരങ്ങളിലും ഉപ്പിനെ ശുദ്ധീകരണത്തിന്റെ പ്രതീകമായിട്ടാണ് കണ്ടിരുന്നത്. ദൃഷ്ടിദോഷം മാറ്റാൻ ഇന്ന് നമ്മൾ പ്രധാനമായി ഉപയോഗിക്കുന്ന ഒരു വസ്തു ഉപ്പാണ്. ഇനി ഈ ഉപ്പിനെ എങ്ങനെ ഉപയോഗിച്ചാൽ നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിനെ മാറ്റാമെന്ന് നോക്കാം. ഒന്നാമതായി ചെയ്യേണ്ടത്, വീട് തുടയ്ക്കുമ്പോൾ ഉപ്പ് ഉപയോഗിച്ച് തുടയ്ക്കുക. തറ തുടയ്ക്കാനെടുക്കുന്ന വെള്ളത്തിൽ 2 സ്പൂൺ കല്ലുപ്പ് ചേർക്കുക. വീടിന്റെ മൂലകളിൽ നിന്ന് തുടങ്ങി വാതിലിന്റെ നേരെ വരെ തുടയ്ക്കുക. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഇത് ചെയ്യുന്നത് കൂടുതൽ ഗുണകരമാണ്. വ്യാഴം ദിവസങ്ങളിൽ ഉപ്പ് ഉപയോഗിച്ച് തറ തുടയ്ക്കുന്നത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. രണ്ടാമതായി, ചെറിയ ഗ്ലാസ് പാത്രങ്ങളിൽ പകുതിയോളം കല്ലുപ്പ് നിറയ്ക്കുക. അത് നിങ്ങളുടെ ബെഡ്റൂമിലോ ഹാളിന്റെ മൂലയിലോ ആരും കാണാത്ത വിധം വയ്ക്കുക. ഈ ഉപ്പ് അന്തരീക്ഷത്തിലെ ഈർപ്പം നെഗറ്റീവ് എനർജിയും വലിച്ചെടുക്കുമ്പോൾ അതിന്റെ നിറം മാറാനോ അല്ലെങ്കിൽ അത് അലിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 15 ദിവസത്തിലൊരിക്കൽ ഈ ഉപ്പ് മാറ്റിക്കളയണം. പഴയ ഉപ്പ് കൈകൊണ്ട് തൊടാതെ ടോയ്ലറ്റിൽ ഫ്ലഷ് ചെയ്യുകയോ ഒഴുകുന്ന വെള്ളത്തിൽ കളയുകയോ ചെയ്യാം. നിങ്ങൾ സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരാണെങ്കിൽ ഇനി പറയുന്ന മെത്തേഡ് വളരെയധികം സഹായകരമാകും. ഒരു ചുവന്ന തുണിയിൽ അല്പം കല്ലുപ്പ് കെട്ടി വീടിന്റെ പ്രധാന വാതിലിന്റെ അടുത്ത് സൂക്ഷിച്ചു വെക്കുക. അത് ആരും കാണാത്ത വിധം വേണം വയ്ക്കാൻ. കാർപ്പറ്റ് ഉണ്ടെങ്കിൽ കാർപ്പറ്റിന്റെ അടിയിലായിട്ടത് സ്ഥാപിക്കാം. ഇത് നിങ്ങളുടെ വീടിനുള്ളിലേക്ക് നെഗറ്റീവ് എനർജി പ്രവേശിക്കുന്നത് തടയും. ഇത് കടബാധ്യതകൾ കുറയ്ക്കാനും ഐശ്വര്യം വരാനും വളരെയധികം സഹായിക്കും. നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എനർജി തങ്ങി നിൽക്കുന്ന ഒരു സ്ഥലം ബാത്റൂമാണ്. അവിടെ ഒരു ചെറിയ പാത്രത്തിൽ കല്ലുപ്പ് തുറന്നു വയ്ക്കുന്നത് അവിടെയുള്ള നെഗറ്റിവിറ്റിനെ റിമൂവ് ചെയ്യാൻ സഹായിക്കും. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആ കല്ലുപ്പ് ഫ്ലഷ് അടിച്ച് കളയുന്നതാണ് ഏറ്റവും ഉത്തമം. അവസാനത്തെ മെത്തേഡാണ് പേഴ്സണൽ ക്ലെൻസിങ്. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിന് ചുറ്റും ഒരു ഓറയുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഈ ഓറ വളരെ ശക്തമാണെങ്കിൽ നമ്മളിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജിനെ അത് തടുത്തു നിർത്തും. നമ്മൾ സാധാരണയായി പുറത്തു പോകുന്നവരാണെങ്കിൽ, ജോലിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിനു വേണ്ടി വെളിയിൽ പോകുന്നവരാണെങ്കിൽ ചിലപ്പോഴെങ്കിലും നെഗറ്റീവ് എനർജിയായിട്ട് വീട്ടിലേക്ക് വരാം. ഇത് കളയുന്നതിനായി കുളിക്കുന്ന വെള്ളത്തിൽ 1 നുള്ള് ഉപ്പ് ചേർത്ത് കുളിക്കുന്നത് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും വലിയ ആശ്വാസം നൽകും. കൂടാതെ നിങ്ങളുടെ ഓറയെ സംരക്ഷിച്ച് നിർത്തുകയും ചെയ്യും. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഇതിൽ ഏത് മെത്തേഡ് ചെയ്യുകയാണെങ്കിലും ഏറ്റവും പ്രധാനം നിങ്ങളുടെ വിശ്വാസമാണ്. എൻ്റെ വീട്ടിലെ എല്ലാ നെഗറ്റീവ് എനർജിയും മാറുന്നു, ഇവിടെ സമാധാനം നിറയുന്നു എന്ന വിശ്വാസത്തോടു കൂടി വേണം എല്ലാം ചെയ്യാൻ. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും രീതി പരീക്ഷിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അനുഭവം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അത് മറ്റുള്ളവർക്കും സഹായകമാകും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.